ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി നിർണയത്തിന് ജില്ലാ കമ്മിറ്റികൾ ചേരാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നിർദ്ദേശം. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും അടിയന്തരമായി ചേരാൻ തീരുമാനിച്ചു. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്ന് ചേർന്ന യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു? സ്ഥാനാർത്ഥി നിർണയം എന്ന് പ്രതീക്ഷിക്കാം? സ്മൃതി, ഇന്ന് ചേർന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ചർച്ചകൾ നടന്നു. അക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. രാവിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ വേണ്ട ഒരു ധാരണ ഉണ്ടാക്കിയ ശേഷമാണ് സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചത്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്നു വന്ന പേര് ആലത്തൂർ മണ്ഡലത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പേരാണ്. ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ പേര് മത്സരത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. എന്നാൽ രാധാകൃഷ്ണനൊപ്പം ഡോക്ടർ പി കെ ജമീലയുടെ പേരും അവിടെ പരിഗണനയിലുണ്ട്. അന്തിമ തീരുമാനമായിട്ടില്ല. മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന വിവരം കെ രാധാകൃഷ്ണൻ സെക്രട്ടറി യോഗത്തിനെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പുറത്തുവരുന്ന വിവരങ്ങളിലൊന്ന്. സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ജില്ലാ കമ്മിറ്റികൾ അടിയന്തരമായി വിളിച്ചു ചേർക്കും. നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ തന്നെ ജില്ലാ കമ്മിറ്റികൾ ചേരും. ഒപ്പം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും വിളിക്കും. ഈ രണ്ട് കമ്മിറ്റികളിലെ ചർച്ചയ്ക്ക് ശേഷം അവിടുത്തെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ചാണ് വീണ്ടും സെക്രട്ടേറിയറ്റ് ചേർന്ന് ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഒരു അന്തിമ ധാരണയിലേക്ക് വരുന്നത്. പിന്നീട് സംസ്ഥാന കമ്മിറ്റി ചേർന്നായിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുക. ധാരണ സെക്രട്ടേറിയറ്റിൽ രൂപപ്പെടും. അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയിലാണ്. ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരത്തോടുകൂടി ഈ മാസം 27-ന്, അതായത് ഫെബ്രുവരി 27-ന് അന്തിമ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങളാണ് CPM ഇന്ന് തുടങ്ങിവച്ചിരിക്കുന്നത്. പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് മന്ത്രിസഭയിൽ നിന്ന് കെ രാധാകൃഷ്ണ പേരാണ്. ആലത്തൂരിലേക്ക് അദ്ദേഹത്തിന്റെ പേര് സജീവമായി പരിഗണിക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ A വിജയരാഘവന്റെ പേരും സജീവമായി പരിഗണിക്കുന്നു എന്നാണ് വിവരം. സ്വരാജിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ പുനരാലോചനയുണ്ട്. കാരണം തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് തൽക്കാലം സ്വരാജിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് A വിജയരാഘവന്റെ പേര് കൂടി ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിൽ KV തോമസിന്റെ മകൾ രേഖ തോമസിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചേക്കില്ല എന്ന വിവരവും കൂടി ഇപ്പോൾ നമുക്ക് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ആ പേരിന് അത്ര മുൻതൂക്കം അവിടെ ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് ചർച്ചയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മനസ്സിലാകുന്നത്. പുതുതായി പറഞ്ഞു കേൾക്കുന്ന പേരുകൾ, നേരത്തെ പറഞ്ഞു കേട്ടൊഴിവാക്കപ്പെട്ട പേരുകൾ, അതെങ്ങനെയാണ് ശ്രീജിത്ത് നമുക്കിപ്പോൾ വിശദീകരിക്കാനാവുക? സ്മൃതി, സെക്രട്ടറി യോഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മറ്റ് കൂടുതൽ വിവരങ്ങൾ നമുക്കിനി ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ജില്ലകളിൽ നിന്ന് ജില്ലാ കമ്മിറ്റികളിലും പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളിലും കൂടി പുതിയ പേരുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് ജനാധിപത്യപരമായ ഒരു ചർച്ചയുടെ നടപടിക്രമമാണ്. എങ്കിലും സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്ന പേരുകൾ അംഗീകരിക്കാനാണ് എപ്പോഴും നേതൃത്വം ശ്രമിക്കുക. അതാണ് CPMന്റെ സംഘടനാ രീതിയിൽ സ്വാഭാവികമായി സംഭവിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ട പേരുകൾ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പാലക്കാട് M സ്വരാജും A വിജയരാഘവന്റെയും പേരായിരുന്നു നേരത്തെ പരിഗണിച്ചത്. അവിടെ A വിജയരാഘവന് മത്സരിപ്പിക്കുന്നതിനോട് ഒരു മുന്നോട്ട് വരികയാണ്. കോഴിക്കോട് അടക്കമുള്ള സീറ്റുകളുടെ കാര്യത്തിലാണ് വളരെ ഗൗരവമായ ആലോചനകൾ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു പ്രാഥമിക ചർച്ച, ഒരു ഒന്നാം വട്ട ചർച്ച നടന്നിരിക്കുന്നു. ആ ചർച്ചയിൽ ഉയർന്നുവന്ന പേരുകൾ ജില്ലാ കമ്മിറ്റികളിലേക്ക് നൽകുന്നു. അവിടെ ചർച്ച, പിന്നീട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിലും ചർച്ച, അതിനുശേഷം 27-ാം തീയതി ഔദ്യോഗിക പ്രഖ്യാപനം നടത്താം എന്ന തലത്തിലാണ് ഇപ്പോൾ ഷെഡ്യൂളിംഗ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഉറപ്പിക്കാവുന്ന പേരുകൾ, മന്ത്രി രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് മത്സരിക്കും, ആലത്തൂരിൽ നിന്ന് മത്സരിക്കും എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാനാകുമോ? അങ്ങനെയെങ്കിൽ അവിടെ ഒരു ശക്തമായ മത്സരത്തിന് സാധ്യതയുണ്ട്. മന്ത്രി രാധാകൃഷ്ണനാണെങ്കിൽ അവിടെ വിജയ സാധ്യതയുണ്ട് എന്ന രൂപത്തിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ M സ്വരാജിന്റെ പേര് പലയിടത്തുനിന്നായി, പല മണ്ഡലങ്ങളിലായ പേര് കേട്ടിരുന്നു. പക്ഷേ ഉണ്ടാകില്ല സ്വരാജ് എന്നതാണോ ഇന്നത്തെ സെക്രട്ടേറിയറ്റിലെ തീരുമാനം? ഉറപ്പിക്കാവുന്ന പേരുകൾ എന്ന നിലയിൽ നമുക്കിപ്പോൾ അന്തിമ പ്രഖ്യാപനം വരാത്തതുകൊണ്ട് പറയാൻ കഴിയില്ല. എന്തായാലും പാലക്കാട് ജില്ലയിലെ ആലത്തൂർ മണ്ഡലത്തിലേക്ക് കെ രാധാകൃഷ്ണ പേര് ഏറ്റവും സജീവമായി പരിഗണിക്കുന്നു. അത് സെക്രട്ടേറിയറ്റ് യോഗം അത് ചർച്ച ചെയ്തു എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന വിവരം കെ രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ചുമതല എന്ന നിലയിൽ ഒരുപക്ഷെ രാധാകൃഷ്ണൻ പിന്നീട് അത് മണ്ഡലം ജില്ലാ കമ്മിറ്റികൾ കൂടി കഴിയുമ്പോൾ ഒരുപക്ഷെ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. എന്തായാലും ഇപ്പോൾ അദ്ദേഹം മത്സരത്തിന് താല്പര്യക്കുറവുണ്ട് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അത് നേതൃത്വം അംഗീകരിക്കുകയോ ഇല്ലയോ എന്ന് പിന്നീട് മാത്രമേ പറയാൻ കഴിയൂ. അതാണ് മന്ത്രിസഭയിൽ നിന്ന് പരിഗണിക്കുന്ന ഒന്നാമത്തെ പേര്. KK ശൈലജയുടെ പേര് മണ്ഡലങ്ങളിൽ വന്നു എന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. അതിനിപ്പോൾ നമുക്ക് ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ തീരുമാനങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ അടിയന്തരമായി ചേരാനാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചിരിക്കുന്നത്.